ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 48,383 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി ചെലവിട്ടത്. ഉമ്മൻചാണ്ടി സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 10,700 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി വിനിയോഗിച്ചത്. സർക്കാർ കാലാവധി പൂർത്തിയാക്കി പോയപ്പോൾ കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ടായിരുന്നത് 30,089 കോടി രൂപയാണ്. അതടക്കം ഒന്നാം പിണറായി സർക്കാർ 48,383 കോടി രൂപ ക്ഷേമ പെൻഷനായി ചെലവിട്ടു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം കൂടി ചേർത്ത് ഏതാണ്ട് 2 ടേമുകളിലായിട്ട് 90,000 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായിട്ട് വിനിയോഗിച്ചത്. അപ്പോൾ 14,500 കോടി രൂപ നീക്കിവെച്ചു എന്ന് പറയുമ്പോൾ അടുത്ത 5 വർഷത്തെ ഈ 14,500 കോടി രൂപ ചേർത്ത് വെച്ചാൽ ഏതാണ്ട് 72,000 കോടി രൂപയായി. അപ്പോൾ ആ അർത്ഥത്തിൽ ക്ഷേമ പെൻഷൻ നൽകുന്ന കാര്യത്തിലായാലും ഈ 10,700 കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെയും 90,000 കോടി രൂപ പിണറായി സർക്കാരിൻ്റെ കാലത്തെയും ചേർത്ത് വെച്ച് നമ്മൾ നോക്കണം. അപ്പോൾ ആ അർത്ഥത്തിൽ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ, സാമൂഹ്യക്ഷേമ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരു ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കാണിച്ച ഒരു ബജറ്റാണ് എന്ന് ഞാനിതിനെ പറയും.